Hello my dear students and welcome to KTO Online Study App. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് എ സ്റ്റുഡൻസിന് സെമസ്റ്റർ 2-ൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസുമായിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ S2-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മാത്സ് സബ്ജക്റ്റാണ് ഇത്. ഓക്കെ, സോ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലീനിയർ ഓൾജിബ്ര ആൻഡ് വെക്ടർ കാൽക്കുലസ്. അപ്പോൾ അത് 4 മോഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങൾക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഫ്രം മോഡ്യൂൾ 1 to 4 ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മോഡ്യൂൾ 1 വെച്ചിട്ടാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ കോഴ്സ് കോഡൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. എന്താണ്? GAMAT 201 ആണ്. ആൻഡ് ദിസ് ഇസ് സ്പെസിഫിക്കലി ഫോർ സെമസ്റ്റർ 2 സ്റ്റുഡൻസ് ഓഫ് ഗ്രൂപ്പ് എ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡ്യൂൾ 1-ൻ്റെ സിലബസിലോട്ട് നമുക്ക് പോവാം. ആൻഡ് ഈ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഇറ്റ് ഇസ് അബൌട്ട് ലീനിയർ ഓൾജിബ്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾ +1 തൊട്ട് നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് ആയാലും CBSE ആയാലും നിങ്ങൾ അവിടെ എന്ത് പഠിച്ചിട്ടുണ്ടാവും? എന്താണ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസിക് എന്താണ്? ഒരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ പിന്നെ എന്താണ് ഒരു റോ ക്ലോൺ ഫോം എന്താണെന്നൊക്കെ നിങ്ങൾ അവിടെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ആക്ച്വലി ഈ മോഡ്യൂളിലോട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഈ സിലബസിൽ നോക്കിയാൽ ആദ്യം നമുക്ക് കാണാൻ പറ്റും വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഓക്കെ, പക്ഷേ സിലബസിൽ ഇവരിത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ട ഓർഡറിൽ ആക്ച്വലി ആദ്യം നമ്മൾ മെട്രിക്സ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ്, ഇൻവേഴ്സ്, റാങ്ക് അതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഞാൻ ഇവിടെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, കാരണം അങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് അതിലൊരു ഓർഡർ കിട്ടത്തുള്ളൂ. എന്തിനാണ് നമ്മൾ ഈ പഠിക്കുന്നത് തമ്മിലൊരു കണക്ഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ റാൻഡംലി അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ തപ്പിപ്പിടിച്ച് എഴുതും പോലെ ആയിരിക്കും. പക്ഷേ മാത്സ് ഒരിക്കലും നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പേപ്പറല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ക്ലാസ്സിൽ ഒരു കുട്ടികളൊക്കെ പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? ഒരു A+B ആയിരിക്കും. പക്ഷേ എക്സാമിന് പോകുമ്പോൾ എന്താ കാണുന്നത്? A+B+C the whole square plus 3AB അങ്ങനെ എന്തെങ്കിലും ഒരു ഫോം ആയിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്മളെപ്പോഴും മാത്സിൽ എന്താ ചെയ്യേണ്ടത്? അഡീഷണൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു മോഡ്യൂളിൽ നമ്മുടെ ഈ പറയുന്ന മാത്സിൽ ഓരോ മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, വർഷാവർഷങ്ങളായിട്ട് ചോദിച്ചു തരുന്ന അതേ പാറ്റേൺ ആണ്. സോ ആ പാറ്റേൺ വെച്ചിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അത് മോഡലാക്കി വെച്ചിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ആൻഡ് അതിന് അസോസിയേറ്റ് വരുന്ന തിയറിയും അതിൻ്റെ കോൺസെപ്റ്റ്സും ഷോർട്ട് കട്ട്സും ഞാൻ മെയിൻലി പഠിപ്പിക്കും. ഓക്കെ, പ്രോബ്ലി അത് നിങ്ങൾക്ക് കോളേജിലും ക്ലാസ്സിലും കിട്ടാത്ത കൈൻഡ് ഓഫ് ഒരു ഷോർട്ട് കട്ട് ട്രിപ്സ് ആണ്. കാരണം അതൊക്കെ നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഈ കേസിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ, അങ്ങനത്തെ കുറച്ച് ഷോർട്ട് ഹാൻഡ് ടിപ്സ് നമ്മൾ യൂസ് ചെയ്താൽ എന്താ അഡ്വാൻറ്റേജ് അറിയോ? നിങ്ങൾ 2 പേജ് നിറയെ എഴുതി കിട്ടേണ്ട സാധനം നിങ്ങൾക്ക് 2 ലൈൻ കൊണ്ട് ചിലപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഐഗൻ വാല്യൂ ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആ ഷോർട്ട് കട്ട് വാല്യൂ വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, ഈവൻ ഇൻവേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ആ ഷോർട്ട് കട്ട്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ബിക്കോസ് നിങ്ങൾക്കത് വേറെ എവിടെ നിന്ന് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിനെ പറ്റി. അപ്പോൾ ഓൾവേസ് നോട്ട്, മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതെന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ, പക്ഷേ എക്സാമിന് അങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. വി ക്യാൻ എക്സ്പെക്ട് എന്താണ്? സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ്. പക്ഷെ ഒരിക്കലും ഡിറ്റോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഈ മോഡ്യൂളിൽ നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമുക്ക് മെട്രിക്സ് എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ കുറച്ച് അസോസിയേറ്റഡ് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാൻ നിങ്ങളെ എന്ത് പഠിപ്പിക്കും? ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നത് ഉറപ്പായിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3x3 മെട്രിക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു മെട്രിക്സോ അല്ലെങ്കിൽ ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസോ തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരും. കൺസിസ്റ്റൻ്റ് ആണോ, ഇൻകൺസിസ്റ്റൻ്റ് ആണോ, യുണീക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ്ലി മെനി ആണോ, സൊല്യൂഷൻ ഇല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും അടുത്ത പാറ്റേൺ ആണ്. അതിൽ നിന്നും ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്കൊരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൽ വേരിയബിൾസ് വരും. XYZ എന്നോ ABC എന്നൊക്കെ വേരിയബിൾസ് വരും. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഗോസ് എലിമിനേഷനിൽ പഠിക്കാൻ പോകുന്നത്. അവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സിമിലർലി ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടർ ഓഫ് എ ഗീവൻ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഐഗൻ വാല്യൂ വെക്ടർ കണ്ടുപിടിക്കാനും ചോദിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, ഡയഗണലൈസേഷൻ മെട്രിക്സ്. അതൊരൊറ്റ ഫോമാറ്റേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. P ഇൻവേഴ്സ് AP എന്ന് പറയുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ വെച്ച് തന്നെ അത് സോൾവ് ചെയ്യുന്നത്. അതൊരു 5ാമത്തെ ക്വസ്റ്റ്യൻ. സോ മെയിൻലി ഈ മോഡ്യൂളിൽ എത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ, റാങ്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ,
പിന്നെ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും, ഗോസ് എലിമിനേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ഈ പറയുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും സിമിലർ ആയിരിക്കും. രണ്ടും ഏറെക്കുറെ ഒരേ കാറ്റഗറിയിൽ വരും തന്നെ, ഒരു രീതിയിൽ തന്നെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഐഗൻ വാല്യൂ വെക്ടർ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരും, ഡയഗണലൈസേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. മനസ്സിലായോ? 1 2 3 4 5 ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മെയിൻലി ഈ മോഡ്യൂൾ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ പറയുന്ന 5 മോഡൽ ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ 5 മോഡൽ പഠിച്ചാൽ ഈ മോഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, സെയിം വേ ആണ് നമുക്ക് ബാക്കിയുള്ള മോഡ്യൂൾസിലും അങ്ങോട്ട് പഠിക്കേണ്ടത് വെക്ടർ സ്പേസിനെ പറ്റി. ഓക്കെ അല്ലേ? ഓൾറൈറ്റ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ അറിയേണ്ടത്, എന്താ ഒരു മെട്രിക്സ് അല്ലേ? നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ? ഇറ്റ്സ് നോട്ട് എ ന്യൂ വൺ. സി, എന്താ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്? അപ്പോൾ മെട്രിക്സ് പറയും മുന്നേ എന്താണ് ഒരു സ്കെയിലർ വാല്യൂ? സി, സ്കെയിലർ വാല്യൂ നമ്മൾ നോർമലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഒരു വാല്യൂ k. ദിസ് ഇസ് എ സ്കെയിലർ വാല്യൂ വിച്ച് കുഡ് ബി എനി നമ്പർ റേഞ്ചിങ് ഫ്രം 1 2 3 എക്സെട്ര. എന്തോ ഒരു നമ്പർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു സ്കെയിലർ വാല്യൂ അല്ലേ? അതുപോലെ നമുക്കറിയാവുന്നതാണ് ഒരു വെക്ടർ വാല്യൂ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്കെയിലർ വാല്യൂ ആൻഡ് എ വെക്ടർ വാല്യൂ? എനി മെഷർമെൻറ്റ് which doesn't have a direction associated with it, it is called as a scalar value. ഇപ്പം ഞാൻ നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഡയറക്ഷൻ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ വെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനൊരു മാഗ്നിറ്റ്യൂഡും അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും. അതിന് നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ ഇതിനെയാണ് ഒരു കോളം വെക്ടർ എന്ന് പറയുന്നത്. ഒരു റോ വെക്ടർ ഉണ്ട്, എങ്ങനെ എഴുതുന്നത്? 1 2 3 ഇങ്ങനെ എനിക്ക് എഴുതാം. ഇതിനെ ഒരു റോ വെക്ടർ എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഇതിനെ തന്നെ എനിക്കൊരു മെട്രിക്സ് എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? ഈ കോളം വെക്ടറിനെയും റോ വെക്ടറിനും തന്നെ എനിക്കൊരു മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു വെക്ടറിൻ്റെ ഓർഡർ എങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മളിത് ഇതിനാണ് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ 2 റോസ് ഉണ്ട്, ഇവിടെ ഒറ്റ കോളം ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ ഇതിനൊരു കോളം വെക്ടർ, ബിക്കോസ് ഇറ്റ് ഹാസ് എ സിംഗിൾ കോളം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 1 ആണെങ്കിൽ 2/1 അതാണ് ഈ ഒരു വെക്ടർ അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഇത് നോക്കി, ദിസ് ഇസ് എ 2/2 ഓർഡർ വരുന്ന മെട്രിക്സ് ആണ്. കാരണം എന്താണ്? നമുക്കിവിടെ 2 റോ R1 R2 2 റോ വരുന്നുണ്ട്, ആൻഡ് C1 C2 എന്ന് പറയുന്ന 2 കോളവും വരുന്നുണ്ട്. സോ 2 റോ 2 കോളം വരുന്നതാണ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എനി മെട്രിക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താലും, മനസ്സിലായോ, അതിന് എനി നമ്പർ ഓഫ് റോസും വരും, എനി നമ്പർ ഓഫ് കോളംസും വന്നാൽ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ് ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ മെട്രിക്സിൻ്റെ ബേസിക് കാര്യം നമ്മൾ പറയുന്നത് അല്ലേ? ഇനി മെട്രിക്സിൻ്റെ ഒരു പുതിയ ഡയമെൻഷൻ കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? അതിപ്പോൾ നിങ്ങൾക്ക് ബിടെക് ലെവലിലൊന്നും പഠിക്കാനില്ല, അത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു ടെൻസർ എന്ന് പറയും. ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ടെൻസർ. ടെൻസർ എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സിനെ നിങ്ങൾ എങ്ങനെ കാണണമെന്ന് അറിയാവോ? നിങ്ങളുടെ കയ്യിലൊരു ബുക്ക് എടുത്ത് വെച്ചേക്കുക, നമ്മുടെ നോട്ട്ബുക്കില്ലേ. അപ്പോൾ നോട്ട്ബുക്കിൽ ഒത്തിരി പേജസ് ഉണ്ടാവും ഇല്ലേ? അതിൽ ഒരു പേജാണ് നമ്മുടെ ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഒരു പേജ്, നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു പേജ് ഒരു മെട്രിക്സ് ആണെങ്കിൽ ആ ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മെനി പേജസ് ആണല്ലേ? അപ്പോൾ ഈ കളക്ഷൻ ഓഫ് മെനി പേജസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് മെനി മെട്രിസസിന് ഞാൻ പറയുന്ന പേരാണ് ഒരു ടെൻസർ. അപ്പം നിങ്ങളുടെ ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്നതാണ് ഒരു ടെൻസർ എന്ന് പറയുന്നത്. ഒരു മെട്രിക്സിനെ നമ്മൾ 3 ഡയമെൻഷണൽ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു ടെൻസർ എന്നൊക്കെ പറയുന്നത്. അത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവൽ. പക്ഷെ നമുക്ക് ഇവിടെ അത്രയ്ക്കൊന്നും പോകണ്ട, നമുക്ക് മെട്രിക്സ് വരെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലേ? അപ്പോൾ ഇനി മെട്രിക്സ്, അപ്പം നമുക്ക് 2 മെട്രിക്സ് തന്നേക്കാന്ന് വിചാരിച്ചു. സപ്പോസ് യു ആർ ഗിവൺ എ മെട്രിക്സ് എ, ഞാൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട്, ആൻഡ് ദിസ് ഇസ് അനദർ മെട്രിക്സ് ബി ആണെന്ന് വിചാരിച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ 2 മെട്രിക്സസ് നമ്മൾ എനിക്ക് അഡീഷൻ, അതുപോലെ സബ്ട്രാക്ഷൻ, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് എലമെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മെട്രിക്സ് അഡീഷൻ എന്താ ചെയ്യുന്നത്? സപ്പോസ് യു ആർ ഗിവൺ 2 മെട്രിസസ് എ ആൻഡ് ബി വിച്ച് ഹാസ് എ സെയിം ഓർഡർ. ശ്രദ്ധിക്കുക, സെയിം ഓർഡർ ആവണം. m/n ആണെങ്കിൽ ഇതിൻ്റെ ഓർഡറും m/n ആണെങ്കിൽ ഇവർ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യും? ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടെ നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുള്ളത് 4837, ഇവിടെ മെട്രിക്സ് ബി 1052 ആണെങ്കിൽ ഈ ഫസ്റ്റ് മെട്രിക്സ് എന്റെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡിൻ്റെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ആരെ കിട്ടും? ഈ മൂന്നാമത്തെ എലമെൻറ്റ്, മൂന്നാമത്തെ മെട്രിക്സ് എനിക്ക് കിട്ടും. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/n തന്നെ ആയിരിക്കും. മനസ്സിലായോ? m/n തന്നെ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 4ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 1 ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടും. അതുപോലെ നെക്സ്റ്റ് എലമെൻറ്റോ ഇവിടുത്തെ 8, സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് പ്ലസ് സെക്കൻഡ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് 8 + 0 ചെയ്യുമ്പോൾ 8 കിട്ടും. അതുപോലെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ 3 അല്ലേ, തേർഡ് എലമെൻറ്റ് പ്ലസ് സെക്കൻഡ് മെട്രിക്സിൻ്റെ തേർഡ് എലമെൻറ്റ് 5 + 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 8 കിട്ടും. സിമിലർലി 7 + 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
9 കിട്ടും. ദിസ് ഇസ് യുവർ മെട്രിക്സ് സി. അപ്പോൾ അതിൻ്റെ ഓർഡർ എത്രയാണ്? 2/2 ആണ് അല്ലേ? ദിസ് ഇസ് 2/2. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് എ സിമ്പിൾ മെട്രിക്സ് അഡീഷൻ. അതുപോലെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? സി അഗെയിൻ യു ഹാവ് എ മെട്രിക്സ് എ, യു ഹാവ് എ മെട്രിക്സ് ബി. ആ മെട്രിക്സ് എയുടെ ഡയമെൻഷൻ നോക്കിയേ m/n. ആൻഡ് മെട്രിക്സ് ബിയുടെ ഡയമെൻഷൻ ശ്രദ്ധിച്ചേ n/p ആണ്. ആൻഡ് ഇഫ് വി ആർ സപ്പോസ് ടു ഡു ദ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, then a very important condition is that, see, നമ്മൾ ഇവിടെ m/n ആൻഡ് ഇവിടെ n/p ആണെങ്കിൽ ഈ n-ഉം ഈ n-ഉം സെയിം ആവണം എന്നാണ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ സപ്പോസ് നമുക്ക് മെട്രിക്സ് എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3/2 ആണ്. എന്നാൽ മെട്രിക്സ് ബിയുടെ ഡയമെൻഷൻ 2/5 ആവാം. അത് പ്രശ്നമല്ല, മനസ്സിലായോ? only condition is that ഈ രണ്ട് വാല്യൂസും സെയിം ആയിരുന്നാൽ മാത്രമേ ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് യു കാൻ ഡു ഇറ്റ്. ഇവിടെ 5-ന് പകരം 3 വരാം, മനസ്സിലായോ? അല്ലെങ്കിൽ 2 വരാം. പക്ഷേ ഈ വാല്യൂവും ഈ വാല്യൂവും രണ്ടും സെയിം ആവണം. അതേ ഇവിടെ പറഞ്ഞേക്കുന്നത് m/n-ഉം n/p ചെയ്യുമ്പോൾ ഈ രണ്ട് സെയിം n-ഉം സെയിം ആയാൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത് നോക്കിയേ. നമുക്ക് എ തന്നേക്കുന്ന മെട്രിക്സ് എന്താണ്? ഒരു ABCD മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? എ മെട്രിക്സ് ബി ഹാസ് എ ഡയമെൻഷൻ 2/2 ആണ്, അല്ലെ? ഇതും 2/2 ആണ്, ഇതും 2/2 ആണ്. അപ്പോൾ രണ്ടും 2/2 ആണ് തന്നേക്കുന്നത്. ആൻഡ് ബി ഹാസ് എ വാല്യൂസ് EFGH. അപ്പോൾ രണ്ടും 2/2 ആണ്ട് ഇതിൻ്റെ നമ്പർ ഓഫ് കോളവും ഇതിൻ്റെ നമ്പർ ഓഫ് റോസും സെയിം അല്ലേ? 2 2 അല്ലേ? അപ്പോൾ സോ വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് നോക്കിയേ. നമ്മൾ ഇതിനാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? വേറെ ഒന്നും എടുക്കരുത്. ആൻഡ് ആ എലമെൻറ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഇത് ഇവിടെ എഴുതേണ്ടത്. അതെങ്ങനെ എഴുതും? സി A/E, കണ്ടോ? A/E പ്ലസ് B/G ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അതുപോലെ ഈ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? A/F പ്ലസ് B/H ചെയ്യുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. അതുപോലെ തേർഡ് എലമെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ C/E പ്ലസ് D/G ചെയ്തുമ്പോൾ ഇത് കിട്ടും. അതുപോലെ ലാസ്റ്റ് വണ്ണോ CD/FH ചെയ്താൽ C/F പ്ലസ് D/H ചെയ്യുമ്പം ഈ ഒരു എലമെൻറ്റും കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഡു ദി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്? സിമ്പിളാണ്. സി ആലോചിച്ച് നോക്കെ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നൊരു മെട്രിക്സ്, ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായി? ഐ എം സപ്പോസ് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A⁻T എന്നോ അല്ലെങ്കിൽ എയുടെ മുകളിൽ ഒരു ചെറിയ സ്ലാഷ് ഇട്ടാലും എന്തായിട്ട് മാറും? അത് നമുക്ക് ട്രാൻസ്പോസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇതിപ്പോൾ 3/3 അല്ലേ? അതേ ഡയമെൻഷൻ തന്നെ ആവണം ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെയും. പക്ഷെ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഇവിടുത്തെ എല്ലാ റോസും എന്തായിട്ട് മാറും? ഇവിടുത്തെ കോളംസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇവിടെ ഈ 1 2 3 നമ്മൾ എഴുതിയില്ലേ, അത് ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്തായിട്ട് എഴുതണം? കോളമാക്കി എഴുതുക. ഇവിടുത്തെ 4 5 6 എന്താക്കി എഴുതുക? ഇവിടെ 4 5 6 എന്ന് എഴുതുക. അതുപോലെ ഈ 7 8 9 ഇവിടുത്തെ മൂന്നാമത്തെ കോളമാക്കി എഴുതുക. പക്ഷേ ഓർഡർ സെയിം ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ആൻഡ് ദർ ഇസ് എ പ്രോപ്പർട്ടി ഓൾസോ. നമുക്കൊരു ട്രാൻസ്പോസ് മെട്രിക്സ് എടുക്കുകയാണ്. ഈ മെട്രിക്സ് എടുത്തു, അതിൻ്റെ ഒന്നും കൂടി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ 1 4 7 എന്തായിട്ട് മാറും? ഈ ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെ കോളമായിട്ട് മാറിയാൽ അത് ആക്ച്വൽ നമ്മുടെ എ മെട്രിക്സ് തന്നെ ആവുന്നില്ലേ? മനസ്സിലായോ? നമ്മളൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ തന്നെ നമ്മൾ ഒന്നും കൂടെ ട്രാൻസ്പോസ് എടുത്ത് എന്തായിട്ട് മാറും? വി വിൽ ഗെറ്റ് ദി ആക്ച്വൽ മെട്രിക്സ് ഇറ്റ് സെൽഫ്. മനസ്സിലായോ? അതൊരു കുഞ്ഞു പ്രോപ്പർട്ടിയാണ്, ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത എന്താണ് നമ്മുടെ ടൈപ്സ് ഓഫ് മെട്രിക്സസ്? നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് മെട്രിക്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഞാനൊരു റോ വെക്ടറും കോളം വെക്ടറും പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ ഉണ്ട്. സി വി ഹാവ് എ റോ മെട്രിക്സ് എന്നും പറയാം, റോ വെക്ടർ എന്നും പറയാം. അതുപോലെ നമുക്ക് കോളം മെട്രിക്സ് എന്നോ കോളം വെക്ടർ എന്നും പറയാം. ഓക്കെ, സെയിം വേ എന്താണ് ഒരു സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്? എ മെട്രിക്സ് m/n ഓർഡറിലുള്ളതിനകത്ത് മൊത്തം സീറോസ് ആണെങ്കിൽ അതൊരു സീറോ മെട്രിക്സ് ആവും. അതുപോലെ ഡയഗണൽ മെട്രിക്സ് എന്താണ്? എന്തോ ഒരു മെട്രിക്സ് ഒരു 3/3 ഓർഡർ ഒരു n/n ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ
അതിൻ്റെ ഡയഗണൽ എലമെൻസിൽ മാത്രമേ വാല്യൂസ് ഉള്ളൂ. ബാക്കി എല്ലാ വാല്യൂസും 0 ആണെങ്കിൽ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു ഡയഗണൽ മെട്രിക്സ് ആവുന്നുണ്ട്. ഇനി അതുപോലെ എന്താ ഒരു സ്കെയിലാർ മെട്രിക്സ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്കെയിലാർ വാല്യൂസ്. മനസ്സിലായോ? ഈ മെട്രിക്സ് നമ്മൾ സ്കെയിലാർ വാല്യൂസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആയിട്ട് മാറുന്നത്. ഇനി എന്താ ഒരു യൂണിറ്റ് മെട്രിക്സ്? യൂണിറ്റ് മെട്രിക്സ് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വൺസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ വൺസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു യൂണിറ്റ് മെട്രിക്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി എന്താണ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും? ഒരു മെട്രിക്സ് നമ്മൾ എഴുതുമ്പോൾ അത് ബേസിക്കലി ഡിറൈവ് ചെയ്യുന്നത് ഒരു ഡയഗണൽ മെട്രിക്സിനാണ്. കാരണം ഡയഗണൽ മെട്രിക്സിൽ നമുക്ക് ആരുണ്ട്? നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ആൻഡ് ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മേലെ ഉള്ള ഇത്രയും വാല്യൂസിൽ നമുക്ക് സ്കെയിലർ വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡയഗണലിൽ താഴെ കണ്ടോ ഇവിടെ മൊത്തം സീറോസ് ആണെങ്കിൽ നമ്മൾ ഇതിനെന്ത് പറയും? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അതുപോലെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്തായിരിക്കും? ഈ ഡയഗണലിൻ്റെ താഴത്തെ ഏരിയയിലുള്ള ആ എലമെൻറ്റ്സ് എല്ലാം ഫിൽഡ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ മേലുള്ള ഈ വാല്യൂസ് ഉണ്ട്, ഇതെല്ലാം എന്താണ്? സീറോസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റിയൽ അല്ലെങ്കിൽ നമ്മുടെ സ്കെയിലർ വാല്യൂസ് എവിടെയാണോ പ്രസൻറ്റ് ആയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അപ്പറിനും ലോവറിനും ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ദർ ഇസ് വൺ മോർ ടൈപ്പ്. എന്താണ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്? ആൻഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഇസ് എ മെട്രിക്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഇത് യൂണിറ്റ് മെട്രിക്സ് പോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 1 1 1. ഇപ്പം നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രം നമുക്ക് വൺസ് വരും, ബാക്കി എല്ലായിടത്തും സീറോസ് വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യു. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 2x2 ഓർഡർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും 1 0 0 1. ഒരു 1 ഓർഡർ ആണെങ്കിലോ 1/1 ഓർഡർ ആണെങ്കിലോ ഇങ്ങനെ വരും. മനസ്സിലായോ? ഓക്കെ, ഇത് 4x4 എങ്ങനെ വന്നാലും ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രം വൺസ് വന്നാൽ അതെന്തായിട്ട് മാറും? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇത് മെട്രിക്സ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ്. ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് മെയിൻലി എന്താണ്? 2x2 മെട്രിക്സിനും 3x3 മെട്രിക്സിനാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇനിയിപ്പോൾ ഇഫ് യു ആർ ഗിവൻ ആ 2x2 മെട്രിക്സ് ആണെങ്കിൽ നോക്കി എങ്ങനെയാണ് വരുന്നതെന്ന്. യു ആർ ഗിവൻ ആ 2x2 മെട്രിക്സ് എ കൺസിസ്റ്റിംഗ് ഓഫ് ദ വാല്യൂസ് ABCD എന്ന് വിചാരിക്കുക. എന്നാൽ ഡിറ്റർമിനന്റിൻ്റെ സിമ്പിൾ ഉണ്ടോ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ എ വരച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് പാരലൽ ലൈൻസ് വരച്ചിട്ട് ഡിറ്റർമിനന്റ് ആവും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2x2 മെട്രിക്സ് ആണെങ്കിൽ സിമ്പിളാണ്. ഈ പറയുന്ന 2x2 മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് 4 എലമെൻറ്റ്സ് ഉണ്ട്. സോ ഈ രണ്ട് എലമെൻറ്റ്സിനെയും തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് A ഇൻറ്റു D. എന്നിട്ട് മൈനസ് ചെയ്തിട്ട് ഈ രണ്ട് എലമെൻറ്റ്സിനെ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഓൾവേസ് യു ഗോ ഡൗൺ ആൻഡ് ദെൻ യു ഗോ അപ്പ് അല്ലേ? ഇപ്പം നമ്മുടെ ജീവിതത്തിലായാലും നമുക്കൊരു നെഗറ്റീവ് സൈഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി വിൽ ട്രൈ ടു ഗോ അപ്പ്, വി വിൽ ഗോ അപ്പ് അല്ലേ? വിത്ത് ഹാർഡ് വർക്ക്. സെയിം തിങ്. അപ്പോൾ ആദ്യം നമ്മൾ ഇറങ്ങി വന്നാലും പിന്നെ നമ്മൾ കയറി പോവാം. ഓക്കെ, ഞാനത് പറയാൻ കാരണം പിള്ളേർ തെറ്റിക്കുന്നതാണ്. മനസ്സിലായോ? കാരണം അവർ ഇതെടുക്കുന്ന ഈ ഓർഡർ ആദ്യം എന്ത് ചെയ്യും? ഇതിനെ എടുത്തിട്ട് മൈനസ് ചെയ്ത് അങ്ങ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് എന്തെങ്കിലും ഒരു ക്ലൂ വെച്ചെന്ന് ഓർത്തിരിക്കുക. ആദ്യം ഡൗൺ ചെയ്യുക, പിന്നെ അപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് 2x2 മെട്രിക്സ്. ഇനി 3x3 മെട്രിക്സിൻ്റെ കേസിലായി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് കുറച്ചും കൂടി ഒരു കാൽക്കുലേഷൻ വരും. ദിസ് ഇസ് എ ഗിവൻ മെട്രിക്സ് എന്ന് വിചാരിച്ചോ. 3x3 മെട്രിക്സിൽ ABC, DEF ആൻഡ് GHI. ആൻഡ് ദിസ് ഇസ് ഓഫ് ദ ഓർഡർ 3x3 ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് റോ എടുക്കുക അല്ലേ? ഫസ്റ്റ് റോ എടുത്തിട്ട് നമ്മൾ അവിടുത്തെ സൈൻ എങ്ങനെ ഇടും? പ്ലസ് മൈനസ് പ്ലസ് ഇടും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് റോ എടുത്തിട്ട് ഇതിന് ഓരോന്ന് ഈ സൈൻ ഇടുക അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ഇങ്ങനെ ചെയ്യും. ഡിറ്റർമിനന്റ് ഓഫ് A വിൽ ബി ഈക്വൽ ടു ആദ്യം പ്ലസ് A ഇൻറ്റു എന്ത് നമ്മൾ ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് A വരുന്ന ഈ A എലമെൻറ്റ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്, അതിരിക്കുന്ന കറസ്പോണ്ടിങ് ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പം നമുക്ക് കിട്ടുന്ന ഇന്നർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതല്ലേ? EFHI. ആ കുഞ്ഞ് 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പം നമുക്കിങ്ങനെ എഴുതിക്കൂടെ? ഈ പ്ലസ് C ഇൻറ്റു ഈ കുഞ്ഞു മെട്രിക്സ് എന്തായിരുന്നു? EFH ഇൻറ്റു I വന്നു അല്ലേ? അടുത്ത് എന്ത് ചെയ്യുക? നമ്മുടെ സെക്കൻഡ് എലമെൻറ്റ് എന്താണ്? B. പക്ഷെ അതിൻ്റെ സൈൻ മൈനസ് അല്ലേ? സോ മൈനസ് B ഇൻറ്റു ഇതേപോലെ ഡിറ്റർമിനന്റ് ഓഫ് എന്തിടുമെന്ന് അറിയാവോ? ഈ B ഇരിക്കുന്ന കറസ്പോണ്ടിങ് റോയും ആ കോളോ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ DFIG വരുന്ന കുഞ്ഞു മെട്രിക്സ് കിട്ടും. അതിൻ്റെ ഡിറ്റർമിനന്റ് ഇവിടെ എഴുതുക. അപ്പോൾ അതെങ്ങനെ വരും നോക്കിയേ? DFGI. ഇനി തീർന്നില്ല, ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? C. സോ പ്ലസ് C ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ റോയും കോളവും അതുപോലെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യും? DEGH കിട്ടും. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക? ഈ EFH എങ്ങനെ സോൾവ് ചെയ്യും നമ്മൾ? ഈ സെയിം രീതിയല്ലേ ഇവിടെ പറഞ്ഞ ഇതേ രീതി. E ഇൻറ്റു I
മൈനസ് എച്ച് ഇൻറ്റു എഫ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടത്തില്ലേ, എ ഇൻറ്റു ഇ ഇൻറ്റു ഐ മൈനസ് എഫ് ഇൻറ്റു എച്ച്. അടുത്തത് മൈനസ് ബി ഇൻറ്റു ഡി ഇൻറ്റു ഐ മൈനസ് ജി ഇൻറ്റു എഫ്. ലാസ്റ്റ് വൺ പ്ലസ് സി ഇൻറ്റു ഡി ഇൻറ്റു എച്ച് മൈനസ് വൈ മൈനസ് ഇ ഇൻറ്റു ജി ചെയ്താൽ മതി, ലാസ്റ്റ് വൺ കിട്ടും. അത്രയേ ഉള്ളൂ ഡിറ്റർമിനൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് 3/3 2/3 സോൾവ് ചെയ്യേണ്ട രീതി. പക്ഷേ ഇത്രയും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റർ ഉണ്ടാവും. ഓക്കെ, ഇല്ലാത്തവർ മസ്റ്റായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുക, കാരണം ഈ സബ്ജക്റ്റിൽ നമുക്ക് ഒത്തിരി ആവശ്യമുള്ളതാണ്. ഓക്കെ, ബിക്കോസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാൽക്കുലേറ്ററിൽ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായി? നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ ഉണ്ട്. ഈവൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോലും നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ആക്ച്വൽ മെത്തേഡും കൂടെ പാരലി അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും ഒരു കാരണവശാൽ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് വർക്കിംഗ് അല്ലാണ്ട് പോവുകയോ കയ്യിലില്ലാണ്ടായി പോവുകയോ എന്തെങ്കിലും ഒരു അവസരം വന്നാൽ സോൾവ് ചെയ്യാൻ വേണ്ടി യു വിൽ നീഡ് ദിസ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയാത്തവർ ഒന്ന് ജസ്റ്റ് ഈ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഗൈഡൻസ് തരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ കാൽക്കുലേറ്ററിൻ്റെ മോഡലും കൂടെ പറഞ്ഞിട്ട് ഒരു സംതിങ് ഒരു മോഡൽ ഉണ്ടാവില്ലേ, എഫ് മോഡൽ ഉണ്ടാവും. ആ മോഡൽ വെച്ചിട്ട് അതിലെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് യൂട്യൂബിൽ നോക്കിയാൽ ഏതെങ്കിലും ചെറിയ ഷോർട്സ് ഒക്കെ കിട്ടും. ഓക്കെ, അത് നോക്കിയിട്ട് അറിഞ്ഞ് വെച്ചേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. സോ ഇറ്റ് ഇസ് ദാറ്റ് ഈസി. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് തിങ് എന്താണ് അടുത്ത നമുക്ക് പഠിക്കേണ്ട കാര്യം? ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേക്കാവോ? ഓക്കെ, അപ്പോൾ വിൽ ജസ്റ്റ് സോൾവ് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിനൻറ്റ് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. അപ്പോൾ ഗീവൻ എ മെട്രിക്സ് A = 1 2 3 4 5 6 7 8 9 ആണ്. ആൻഡ് ഇറ്റ്സ് ഓർഡർ 3/3 ആണ് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് ഇട്ടിട്ട് ആദ്യം എന്ത് ചെയ്യുക, 1 ഇൻറ്റു അല്ലേ, 1 ഇൻറ്റു എന്ത് ചെയ്യണം, ഈ റോയും കോളം എലിമിനേറ്റ് ചെയ്താൽ 5 6 8 9 അല്ലേ വരുന്നത്. സോ 5 6 8 9. അതുപോലെ മൈനസ് 2 ടൈംസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 6 7 9 അല്ലേ. പിന്നെ പ്ലസ് 3 ടൈംസ് 4 5 7 8 വരും. കറക്റ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യാം, ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ 1 ഇൻറ്റു 5 ഇൻറ്റു 9 മൈനസ് 6 ഇൻറ്റു 8 കിട്ടും അല്ലേ. സോ യു വിൽ ഗെറ്റ് 45 മൈനസ് 48 മൈനസ് 2 ടൈംസ് 4 ഇൻറ്റു 9 മൈനസ് 7 ഇൻറ്റു 6. സോ 36 മൈനസ് 42 പ്ലസ് 3 ടൈംസ് 8 4s are 32 മൈനസ് 5 7s are 35. So you will get 1 into minus 3 minus 2 into minus 6 plus 3 into minus 3 ചെയ്യുമ്പോൾ minus 3 plus 12 minus 9 will be equal to 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ, ദിസ് ഇസ് യുവർ ഡിറ്റർമിനൻറ്റ്. ഇപ്പോൾ 2/3 ആണെങ്കിലും 3/3 ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഒരു കോൺസെപ്റ്റ്, ഒരു പുതിയ കോൺസെപ്റ്റ് എന്താണ് ഒരു സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ. സോ എനി ഗിവൻ മെട്രിക്സ് എ തന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണ്. എന്നാൽ ആ കറസ്പോണ്ടിങ് മെട്രിക്സ് എയിനെ ഞാൻ എന്ത് പറയും, ഇറ്റ് ഇസ് കോൾഡ് ആസ് എ സിംഗുലർ മെട്രിക്സ്. മനസ്സിലായോ? ഡിറ്റർമിനൻറ്റ് 0 ആവുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ സിംഗുലർ മെട്രിക്സ്. സോ ഇവിടുത്തെ കേസ് കണ്ടോ, ഇവിടെ ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ. സോ ദിസ് മെട്രിക്സ് ഇസ് ആക്ച്വലി സിംഗുലർ ആണ്. അതുപോലെ എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ്? ഒരു മെട്രിക്സ് കണ്ടുപിടിച്ചു, പക്ഷേ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുത്തപ്പോൾ ഇറ്റ് വാസ് നോട്ട് ഈക്വൽ ടു 0 സം വാല്യൂ അതർ ദാൻ 0 2 or 3 അങ്ങനെ എന്തെങ്കിലും വന്നു വിചാരിക്കുക. ദെൻ ദാറ്റ് മെട്രിക്സ് ഇസ് കോൾഡ് ആസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. ഓക്കെ, സോ പ്യുവർലി ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആണോ നോൺ 0 ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സിംഗുലാർ എന്നും നോൺ സിംഗുലാർ മെട്രിക്സ് എന്നും പറയുന്നത്. ഓക്കെ, സോ ദിസ് ക്യാൻ ഓൾസോ ബി കാറ്റഗറൈസ്ഡ് ആസ് അനദർ ടൈപ്പ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളത് ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ പ്രോപ്പർട്ടീനെ എനിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നും പറയാൻ പറ്റും, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നും പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സപ്പോസ് യു ഹാവ് എ മെട്രിക്സ് എ, ദെൻ ഈ മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനാണ് ഞാൻ a⁻1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻവേഴ്സ്. ആ ഇൻവേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിസൾട്ടിങ് തിങ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഈ ഐ എന്ന് എഴുതുന്നതാണ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, സോ ബൈ ഡെഫിനിഷൻ എന്ത് പറയാം? ദിസ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് മെട്രിക്സ് വിച്ച് when multiplied with the actual matrix will result in a identity matrix. മനസ്സിലായോ?
ഓക്കെ, സോ ദാറ്റ് ഡെഫിനിഷൻ, ആ ഒരു മെട്രിക്സ് നമ്മൾ പറയുന്ന പേരാണ് ഇൻവേഴ്സ്. ഫോർ എക്സാമ്പിൾ എങ്ങനെ പറയാം, സപ്പോസ് നമുക്ക് ഇങ്ങനെ മെട്രിക്സ് 2 1 3 2 എന്ന് വിചാരിക്കും. ദിസ് ഇസ് 2/2 മെട്രിക്സ് എ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ മെട്രിക്സിനെ ഞാൻ ഏത് അനദർ മെട്രിക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ എനിക്ക് റിസൾട്ടിങ് കിട്ടുന്നത് എഗെയിൻ ഒരു 2/2 ഓർഡറിൽ വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഈ മെട്രിക്സ് എ ഇൻവേഴ്സിനാണ് ഞാനൊരു ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഒരേ ഒരു കണ്ടീഷൻ ഇസ് ദാറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ only if എന്താ പറയുന്നത്, ഡിറ്റർമിനന്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അതായത് ദ മെട്രിക് ഷുഡ് ബി എ നോൺ സിംഗുലാർ മെട്രിക്സ് ആവണം. മനസ്സിലായോ? ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഇസ് ദാറ്റ് മെട്രിക് ഷുഡ് ബി നോൺ സിംഗുലർ ആവണം. ആ കേസസിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അപ്പോൾ അവിടെ എഴുതാം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അത് ഈ നോട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കി, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്, ഇറ്റ് ഇസ് കോൾഡ് ആസ് എ സിംഗുലാർ മെട്രിക്സ്. എന്നാൽ അതിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത് തിരിഞ്ഞു അല്ലേ? ഇല്ല, കറക്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആവുമ്പോൾ നമ്മളതിനെ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. പക്ഷേ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ മീനിങ് എന്താണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇനി അല്ല, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് നമ്മളൊരു നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. മനസ്സിലായോ? അതിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? സോ ഓൺലി നോൺ സിംഗുലാർ മെട്രിസസ് ഹാവ് ഇൻവേഴ്സസ്. അത്ര ആലോചിച്ചാൽ മതി. ഡിറ്റർമിനന്റ് ഇല്ലെങ്കിൽ, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഇല്ല. അത്ര ആലോചിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഇൻവേഴ്സ്. ഇനി നമുക്ക് 2/2 മെട്രിക്സിനും 3/3 മെട്രിക്സിനും നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? നമുക്ക് തന്നേക്കുന്ന ഒരു മെട്രിക്സ് എ ആണ്. അതിൻ്റെ ഓർഡർ നോക്കി 2/2 അല്ലേ, 2 3 1 4 ഇസ് 2/2 മെട്രിക്സ് ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ നോക്കിയേ, നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 1/ഡിറ്റർമിനന്റ് ഓഫ് എ. ആ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയോ, ഇവിടെ 2 3 1 4 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയഗണൽ എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക, അതിൻ്റെ പൊസിഷൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 4 ആണെങ്കിൽ ഞാൻ ഇവിടെ 4 2 എന്ന് എഴുതും. എന്നിട്ട് നമ്മുടെ ഈ ആൻറ്റി ഡയഗണൽ എലമെൻറ്റ്സ് വരുന്നില്ലേ, അതായത് ഡയഗണൽ എലമെൻസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എലമെൻറ്റ്സ് ഇല്ലേ, അവരുടെ സൈൻ മാറ്റുക. അതായത് ഇവിടെ ഇത് 3യും ഇത് +3യും +1 ആണെങ്കിൽ ഇവിടെ ഞാൻ -3യും -1 ആക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഈ എ ഇൻവേഴ്സ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫോർമുലയായിട്ട് ഇങ്ങനെ പറയാം. കണ്ടോ, എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/AD - BC. കാരണം ഇവിടെ തന്നിരിക്കുന്ന 2/2 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എങ്ങനെയാണ്, നമുക്ക് ABCD എലമെന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു മെട്രിക്സ് ABCD ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കും, AD - BC അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് 1/AD - BC ഇൻറ്റു ഈ എലമെൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഡിയും എയും ഈ ആൻറ്റി ഡയഗണൽ എലമെൻസിനെ സൈൻ മാറ്റുമ്പോൾ -B - C എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് യുവർ എന്താണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്ത് ചെയ്തപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടു, ഇവിടുത്തെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/5 എന്ന് കിട്ടും ഡിറ്റർമിനന്റ്. എങ്ങനെയാണ്, ഈ എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ഇതിൻ്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 4 2s are 8 -1 3s are 3. സോ 8 - 3 ചെയ്യുമ്പോൾ 5 കിട്ടും. സോ ആ 1/5 ഇൻറ്റു നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച മെട്രിക്സ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ എലമെൻസിനെ ഡിവൈഡ് ബൈ 5 ചെയ്യുക. ഈ സ്കെയിലാർ 1/5 ആണെങ്കിൽ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. സോ 4/5 -3/5 -1/5 2/5 എന്ന് കിട്ടും. യു വിൽ ഗെറ്റ് ദ ഇൻവേഴ്സ്. പക്ഷേ ഇത് എന്തുകൊണ്ട് എളുപ്പമായത്, 2/2 മെട്രിക്സ് ആകുമ്പോഴാണ്. പക്ഷേ 3/3 മെട്രിക്സ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹെഫ്റ്റിയാണ് കാൽക്കുലേഷൻ. കാരണം നമുക്ക് ഡയറക്റ്റ്ലി ഇതുപോലെ ഇൻവേഴ്സിനൊരു ഫോർമുല ഇല്ല. നമുക്ക് ആക്ച്വലി നോക്കിയേ 4 സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 4 സ്റ്റെപ്പായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാൽ, ആദ്യം നമുക്ക് 3/3 മെട്രിക്സിൽ തന്നിരിക്കുന്ന എലമെന്റ് നോക്കിയാൽ A = 1 2 3 0 1 4 5 6 0 തന്നിരിക്കുക. സോ ദിസ് ഇസ് എ 3/3 മെട്രിക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, കാൽക്കുലേറ്റർ വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഫോർമുല വെച്ചും യൂസ് ചെയ്യാം. എനിവേ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം, നിങ്ങൾ തെറ്റിക്കത്തില്ല. സോ ഐ റെക്കമെൻഡ് യു ടു ഡു ദാറ്റ് ഡയറക്ട്ലി. ബിക്കോസ് കുട്ടികളൊക്കെ ഒത്തിരി തെറ്റിക്കുന്ന ഒരു ഏരിയ ഡിറ്റർമിനന്റ്. സിമ്പിൾ കാൽക്കുലേഷന്, പക്ഷെ ഒരു മൈനസോ പ്ലസോ മാറിപ്പോയാൽ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, സോ സൂക്ഷിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇവിടെ +- ഇടുക അല്ലേ. സോ 1 ഇൻറ്റു എന്ത് ചെയ്യുക, 1 × 0 -6 × 4 അല്ലേ, മൈനസ് അടുത്ത് എന്താണ് 2 ഇൻറ്റു 0 × 0 -5 × 4.
അടുത്തത് +3 ഇൻറ്റു 0 - 6 -1 ഇൻറ്റു 5 ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1 എന്ന് കിട്ടും. ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് യു ഫൈൻഡ് ദി കോഫാക്ടർ മെട്രിക്സ്. എന്താണ് ഒരു കോഫാക്ടർ മെട്രിക്സ്? ഇപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 നോക്കി, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് സി. നമ്മൾ കോഫാക്ടർ മെട്രിക്സിനെ എങ്ങനെയാണ് പറയുന്നത്? കോഫാക്ടർ മെട്രിക്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ ആക്ച്വൽ മെട്രിക്സിലെ ഈ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എങ്ങനെയാണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം അല്ലേ? അല്ല, ഇവിടെ നമുക്ക് എത്ര റോസ് ഉണ്ട്? 1 2 3 3 റോ ഉണ്ട്, 1 2 3 3 കോളം ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റിനെ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അല്ലേ? ഫസ്റ്റ് എലമെൻറ്റ് A11, സെക്കൻഡ് എലമെൻറ്റ് A12, തേർഡ് എലമെൻറ്റ് A13. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിൽ തേർഡ് കോളം, അങ്ങനെ പറയാമല്ലോ. അതുപോലെ ഇവിടെ നോക്കി A21, A22, A33, അതുപോലെ ഇവിടെ A31, A32, A33 എന്ന് പറയാമല്ലോ. അപ്പോൾ ദിസ് ഇസ് യുവർ ആക്ച്വൽ മെട്രിക്സ് A ആയതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഇനി കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഓരോ എലമെൻറ്റ് ഓഫ് എയ്ക്കും ഞാനൊരു കോഫാക്ടർ എഴുതും C. അപ്പോൾ സിയുടെ ഓർഡർ നോക്കി, C11, ഇവിടെ C12, C13, അതുപോലെ C21, C22, C22, C23, ഇവിടെയോ C31, C32, C33 എഴുതും. എന്നിട്ട് ഈ കോഫാക്ടർ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് ഈ ഫസ്റ്റ് കോഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ C11 അല്ലേ? നോക്കി, C11 കണ്ടുപിടിക്കേണ്ടത് ഇപ്പം നമ്മുടെ ആക്ച്വൽ മെട്രിക്സ് A11ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് C11. അപ്പോൾ ആ A11 ഇരിക്കുന്ന റോയും ക്യാൻസൽ ചെയ്യുക, കോളവും ക്യാൻസൽ ചെയ്താൽ നമുക്കിത് ഈ ഒരു കുഞ്ഞു മെട്രിക്സ് കിട്ടിയില്ലേ? ഇല്ലേ? ഈ കുഞ്ഞു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. മനസ്സിലായോ? ഈ കുഞ്ഞു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക, അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ കേസിൽ C11 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എയിലെ ഈ 1ന് കറസ്പോണ്ടിങ് കോഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ റോയും കോളവും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1460 എന്നൊരു എലമെൻ്റ് അല്ലേ കിട്ടിയേ? അല്ലെങ്കിൽ കുഞ്ഞു മെട്രിക്സ് അല്ലേ കിട്ടിയേ? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അതുകൊണ്ടാണ് ഡിറ്റർമിനൻ്റ് ഓഫ് 1460 എന്ന് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാം? 1 × 0 - 6 × 4 ചെയ്താൽ മതി, -24 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അതുപോലെ ഈ ഓരോ എലമെൻറ്റിൻ്റെയും നമ്മൾ കോഫാക്ടേഴ്സ് ഈ സെയിം രീതിയിൽ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതുപോലെ C12 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. C12 എന്ന് പറയുമ്പോൾ A12യുടെ കറസ്പോണ്ടിങ് അല്ലേ? അതായത് 2ന് കറസ്പോണ്ടിങ്. സോ ആ കോളവും റോവും ക്യാൻസൽ ചെയ്താൽ 0540 കിട്ടുന്നേ. മനസ്സിലായോ? ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അതേപോലെ C13 എന്ത് ചെയ്യും? ഈ 3 എലമെൻ്റ് ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക? ഈ ഓരോ എലമെൻറ്റിൻ്റെയും നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ മെട്രിക്സ് ഫോമിലാക്കി എഴുതുമ്പോഴാണ് ഇത് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ഈ കോഫാക്ടേഴ്സിനെ എല്ലാ എലമെൻറ്റ്സിൻ്റെ അടുത്ത് അവിടെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ് കോഫാക്ടർ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൈനാണ്. നമ്മൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എഴുതിയപ്പോൾ +- എഴുതിയില്ലേ? ഓക്കെ, അതേ ഓർഡറിൽ തന്നെ ഇവിടെയും കോഫാക്ടറിലെ സൈൻ വരും. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ്ലി +- അങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി ഓർഡറും കൂടെ ഇടുക. അപ്പോൾ അതുകൊണ്ട് ഈ C12 കണ്ടുപിടിച്ചപ്പോൾ കണ്ടോ, നമ്മൾ മൈനസ് ഡിറ്റർമിനൻ്റ് ഇട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മൈനസും കൂടെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. -. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ഇനി ഈ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അഡ്ജോയിൻറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. എങ്ങനെ ട്രാൻസ്പോസ് എടുക്കുന്നത്? കണ്ടോ, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെ അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയും, EDJ ഓഫ് എ എന്ന് പറയും, അഡ്ജോയിൻറ്റ്. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത്? ഈ ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ബിക്കംസ് സെക്കൻഡ് കോളം, തേർഡ് റോ ബിക്കംസ് തേർഡ് കോളം. അത്രേ ഉള്ളൂ. നമ്മൾ തലതിരിച്ച് എഴുതി വയ്ക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് അഡ്ജോയിൻറ്റ് കിട്ടും. ഇനി ഇൻവേഴ്സ് കിട്ടുന്നത് ഡയറക്റ്റ്ലി ആണ്. എങ്ങനെയാണ്? A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/determinant of A into the adjoint of A ആണ്. ഫോമുല ഉണ്ടോ? A ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇസ് ദ adjoint of A ഡിവൈഡ് ബൈ determinant of A. അപ്പോൾ adjoint of A ഈ മെട്രിക്സ് കിട്ടി. determinant of A നമ്മൾ 1 ആണ് നേരത്തെ കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെയ്യുമ്പോൾ ഈ adjoint of A മെട്രിക്സിനെ ഡിവൈഡ് ബൈ 1 ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 1 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സെയിം മെട്രിക്സ് ഇറ്റ് സെൽഫ്. മനസ്സിലായോ? അതാണ് A ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അത് വേറെ എന്തെങ്കിലും നമ്പർ ആണെങ്കിൽ എന്താണ് ഡിവൈഡ് ബൈ 2 ആണെങ്കിലോ ഈ എല്ലാ എലിമെൻസിനും ഡിവൈഡ് ബൈ 2 ചെയ്യാം. യു വിൽ ഗെറ്റ് -12, നമുക്ക് 9, 5/2 ആ ഒരു ഓർഡറിൽ കിട്ടും. എളുപ്പമല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ്. അപ്പോൾ ഈ രണ്ട് രീതി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, എഗെയിൻ ഇൻവേഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്.
ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞ നേരിട്ടുള്ള രീതിയിൽ അതുപോലെ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തെങ്കിലും വീഡിയോ നോക്കിയിട്ട് ഒന്ന് കണ്ടു വെച്ചേക്കാം, കാരണം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, കാരണം ക്ലാസ്സിൽ നമ്മൾ എക്സാം ടൈമിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഓരോന്നിരുന്ന് സോൾവ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടത്തില്ല ഇൻവേഴ്സൊക്കെ. ഓൾറൈറ്റ്, അപ്പോൾ ചെയ്യുക. ഓക്കെ, അടുത്ത നമുക്ക് എന്താ പഠിക്കേണ്ടേ? എന്താണ് റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത്? മനസ്സിലായോ? ഒരു മെട്രിക്സിൻ്റെ റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത് ആക്ച്വലി എളുപ്പമാണ്. എന്താണെന്നറിയോ? ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു മെട്രിക്സ് തന്നേക്കാണ് വിച്ച് ലുക്ക് സംതിങ് ലൈക്ക് ദിസ് 1 2 3 -1 1 0 2 1 4 ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു 3x3 ഓർഡർ മെട്രിക്സ് തന്നാൽ ഇതിനെ ഞാൻ ഈ ഫോമിൽ എഴുതുമ്പോൾ, അതായത് 1 2 3 0 1 1 0 0 1 ഈ ഫോമിൽ എഴുതുന്ന രീതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഒരു റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായോ? റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സിനെ ഈ രീതിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഈ ട്രാൻസ്ഫോം ചെയ്യുന്ന മെത്തേഡ്സ് ആ ടെക്നീക്സിനാണ് ഞാൻ എന്ത് പറയുന്നത്? എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ഈ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ഈ ഫോമിനാണ് ഞാൻ എന്ത് പറയുന്നത്? റോ എക്ലോൺ ഫോം, REF ഫോം എന്ന് ഞാൻ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ REF ഫോമിൽ ഇങ്ങനെ എഴുതുമ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ പറയുന്നത് ഓൾ 0 റോസ് ആർ അറ്റ് ദി ബോട്ടം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഫോം കണ്ടോ? ഈ ഫോം ശ്രദ്ധിച്ചേ, ഇതൊരു റോ എക്ലോൺ ഫോമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും അവസാനത്തെ റോ ഉണ്ടോ? എല്ലാം സീറോസ് ആണ്. അപ്പോൾ എല്ലാ സീറോസ് വരുന്ന റോ എപ്പോഴും എന്ത് ചെയ്യണം? ഏറ്റവും അവസാനത്തെ റോ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി, ലീഡിങ് എൻട്രി അല്ലെങ്കിൽ പിവറ്റ് എന്ന് പറയുന്നത് മൂവ്സ് ടു ദ റൈറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ റോ പറയുമ്പോഴും ആ ഓരോ റോയിലെയുമുള്ള സ്റ്റാർട്ടിങ് എലമെൻ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് സൈഡിലായിരിക്കും. സെക്കൻഡ് റോയിൽ കണ്ടോ? ഇവിടെ 0, അത് കഴിഞ്ഞ് 1 അല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ സ്റ്റാർട്ടിങ് എൻട്രി. ഇവിടെ ഇതാണ് സ്റ്റാർട്ടിങ് എൻട്രി. ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നെങ്കിൽ ദിസ് ഇസ് എ സ്റ്റാർട്ടിങ് എൻട്രി. മനസ്സിലായോ? അപ്പോൾ സോ ഓരോ റോയിലെ ഉള്ള സ്റ്റാർട്ടിങ് എൻട്രി റൈറ്റ് സൈഡിലായിരിക്കും വരേണ്ടത്. മനസ്സിലായോ? ആ സ്റ്റാർട്ടിങ് എൻട്രിയുടെ മുന്നുള്ള എല്ലാ വാല്യൂസും സീറോസും ആവണം. അതാണ് മൂന്നാമത്തത്. എലമെൻറ്റ്സ് ബിഫോർ ഈച്ച് പിവറ്റ് 0. ഇപ്പോൾ ഇവിടെ കണ്ടോ? ഈ റോയിലുള്ള സ്റ്റാർട്ടിങ് എലമെൻറ്റ് 1 ആണ്, അതിന് മുന്നേ ഉള്ളതെല്ലാം സീറോസ് ആവണം. ഈ സെക്കൻഡ് റോയിൻ്റെ സ്റ്റാർട്ടിങ് എലമെൻറ്റ് 2 ആണെങ്കിൽ അതിന് മുന്നേ 0 ആവണം. തേർഡ് ഈ റോയിലുള്ള സ്റ്റാർട്ടിങ് എലമെൻറ്റ് 5 ആണെങ്കിൽ അതിന് മുന്നേയും സീറോസ് വരണം. അതുപോലെ പിവറ്റ് നീഡ് നോട്ട് ബി 1. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒരു റോ എക്ലോൺ ഫോമിൽ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാണ് ഇത്. റോ എക്ലോൺ ഫോം വരുമ്പം ഈ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന ഈ എലമെൻറ്റ്സ് ഇല്ലേ, ഇത് എപ്പോഴും 1 ആവണോ നിർബന്ധമുണ്ടോ? ഇല്ല. മനസ്സിലായോ? ഇവിടെ നമുക്ക് നോൺ 1 വാല്യൂസ് വന്നാലും മതി, 1 അല്ലാത്ത വാല്യൂസ് വന്നാലും തെറ്റില്ല. പക്ഷേ ഒൺലി കണ്ടീഷൻ ദാറ്റ് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സിൽ ഈ നോൺ സീറോ വാല്യൂസ് വരിക ആൻഡ് അതിൻ്റെ താഴെ വരുന്ന ഇത്രയും വാല്യൂസ് സീറോസ് ആണ്. അതിൻ്റെ മേലെ വരുന്ന ഇത്രയും വാല്യൂസ് നോൺ സീറോസോ 1 0 വരാം, അത് തെറ്റില്ല. മനസ്സിലായോ? ഇനി എപ്പോഴാണ് ഈ പിവറ്റ് വാല്യൂസ് 1 ആവുന്നത്? നമ്മൾ അതിനെ പറയുന്ന പേരാണ് റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് ഇവിടെ 1 1 zeros അല്ലേ. സോ ഈ എൻട്രി വാല്യൂസ് 1 വരുമ്പോൾ നമ്മൾ അതിനെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം എന്ന് പറയും. മനസ്സിലായോ? ഇനി നമ്മളല്ല ആ വാല്യൂസ് ഡയഗണൽ എലമെൻറ്റ്സ് വാല്യൂ 1 അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതേ കോൾഡ് ആസ് എ നോർമൽ റോ എക്ലോൺ ഫോം എന്ന് പറയും. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. വൈ ഈസ് ദിസ് റോ എക്ലോൺ ഫോം ഇമ്പോർട്ടൻ്റ്? എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? റാങ്ക് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ഗോസ് എലിമിനേഷൻ വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ പഠിക്കും ഇനി. അതുപോലെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് REFൻ്റെ കേസിൽ. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കോൺസെപ്റ്റാണ് റാങ്ക് എന്ന് പറയുന്നത്. എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്? ക്ലിയർലി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോ എക്ലോൺ ഫോം ആദ്യം കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഒരു ഗിവൺ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം ആ മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ആ തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്നും നമ്മൾ അതിൻ്റെ റോ എക്ലോൺ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുക. മനസ്സിലായോ? എന്ത് യൂസ് ചെയ്തിട്ട്? എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് റോ എക്ലോൺ ഫോമിലോട്ട് ആക്കി എഴുതുക. എന്നിട്ട് ഈ റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോ വാല്യൂസ് വരും, അതിൻ്റെ താഴെയുള്ളതെല്ലാം സീറോ വാല്യൂസാണ്. ആ ഒരു ഫോമിൽ കിട്ടുന്ന മെട്രിക്സിൽ എത്ര നോൺ സീറോ
റോസ് ഉണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. മനസ്സിലായോ? കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി എത്ര റോസ് റിമൈനിങ് ഉണ്ട്. നോൺ സീറോ റോസ് റിമൈനിങ് ആണ്. അതാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റാങ്ക് എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദ റോ എക്ലോൺ മെട്രിക്സ് ആണ്. ദിസ് ഇസ് യുവർ മെയിൻ പോയിന്റ്. മനസ്സിലായോ? റാങ്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി വരും 2/2 അല്ലെങ്കിൽ 3/3. പ്രോബബ്ലി സാധാരണ ചോദിക്കുന്ന 3/3 മെട്രിക്സിനാണ് റാങ്ക് ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. തന്നിരിക്കുന്ന മെട്രിക്സിന് ആദ്യം റോ എക്ലോൺ ഫോമിലോട്ട് ആക്കുക, എന്നിട്ട് നമ്മൾ കൗണ്ട് നമ്പർ ഓഫ് നോൺ സീറോ. പക്ഷേ ടെക്നിക്കലി നമ്മൾ ആക്ച്വലി നോൺ സീറോ റോസ് നല്ല സാധനം പറയേണ്ടത്, നമ്മൾ അതിനെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എന്നാണ് പറയുന്നത്. അതായത് കൗണ്ട് ദ നമ്പർ ഓഫ് റോസ് വിച്ച് ആർ നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. ലീനിയർലി ഡിപ്പെൻഡൻസി എന്താണെന്നറിയാവോ എന്ന് വെച്ചാൽ ഇങ്ങനെ, സപ്പോസ് ഒരു മെട്രിക്സ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് എലമെൻറ്റ്സ് നോക്കിയേ 1 2 3 ആണ്. രണ്ടാമത്തത് എന്താണ്? സപ്പോസ് 2 4 6 ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഈ പറയുന്ന മെട്രിക്സിൽ നമുക്ക് 2 റോസാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ലീനിയർലി ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഈ ഫസ്റ്റ് റോയിനെ ഞാൻ എടുത്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുമ്പോഴല്ലേ ശരിക്കും ഈ സെക്കൻഡ് റോ കിട്ടുന്നേ. കാരണം 1 × 2 2, 2 × 2 4, 3 × 2 അല്ലെ 6 കിട്ടുന്നേ. മനസ്സിലായോ? അതായത് നമ്മൾ റാങ്ക് കൗണ്ട് ചെയ്യുമ്പം ഈ 2 റോയിനെ നമ്മൾ ആക്ച്വലി ഒരൊറ്റ റോ ആയിട്ട് കൂട്ടാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇത് രണ്ടും എന്താണ്? ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. മനസ്സിലായോ? നമ്മൾ എലമെൻറ്റ് ട്രാൻസ്ഫോം ചെയ്യുമ്പം ശരിക്കും ഇത് രണ്ടും കൂടെ ക്യാൻസൽ ഔട്ട് ആയിട്ട് ഇത് ഏതെങ്കിലും ഒരു റോ മാത്രം റിമൈനിങ് ആവും, ഒരു റോ മൊത്തം 0 ആക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എലമെൻറ്റ് ട്രാൻസ്ഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള 2 റോസോ 2 കോളോ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് അതിനെ ആ 2 റോയിനെ കൗണ്ട് ചെയ്തിട്ട് ഒറ്റ റോ ആയിട്ട് കൂട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ശരിക്കും നമ്മൾ പറയേണ്ടത് റാങ്കിനെ പറ്റി. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? റോ എക്ലോൺ ഫോമിൽ ആക്കിയിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആ ഒരു രീതിയിൽ മനസ്സിലൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പക്ഷേ ദിസ് ഇസ് ദ ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് കൂടെ എവിടെയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഇനി നമ്മൾ പറഞ്ഞു ഈ മെട്രിക്സിനെ ഈ റോ എക്ലോൺ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ എലമെൻറ്റ് ട്രാൻസ്ഫോംസ് ചെയ്യാറില്ലേ? ഓക്കെ, ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെ എലമെൻറ്റ് ട്രാൻസ്ഫോംസ് ചെയ്യാൻ പറ്റും? നമുക്ക് റൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കിയാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നൊരു 1 2 3 4 എന്നൊരു മെട്രിക്സ് ആണ് വിചാരിച്ചോ, ഈ മെട്രിക്സ്. എന്നാൽ നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഇത് ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് സെക്കൻഡ് റോ ആണ്. മനസ്സിലായോ? നമുക്ക് റോ വൈസും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം, കോളം വൈസും ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് സ്റ്റിക്ക് ടു എനി വൺ ഓഫ് ദം. രണ്ടും കൂടെ ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട, സെയിം രീതി തന്നെയാണ്, പക്ഷേ സ്റ്റിക്ക് ടു 1. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് റോ വൈസ് ട്രാൻസ്ഫോർമേഷൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ റോ 1നെ റോ 2നെ എനിക്ക് ഇൻ്റർചേഞ്ച് ചെയ്താൽ ഈ പുതിയ മെട്രിക്സിൽ കണ്ടോ, ഈ സെക്കൻഡ് റോയിനെ ഞാൻ ആദ്യം എഴുതും കണ്ടോ, ആൻഡ് ഫസ്റ്റ് റോയിനെ ഞാൻ ഇവിടെ എന്ത് എഴുതി? സെക്കൻഡും എഴുതി. അപ്പോൾ റോസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റൂളാണ്. പിന്നെ രണ്ടാമത്തെ റൂൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി റോ. അതായത് ഇപ്പോൾ ഏതെങ്കിലും നമുക്കിതിൽ ഒരു റോ, ഇത് 1 2 3 4, ഇത് R1 ഇത് R2 എന്ന് വിചാരിച്ചോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫസ്റ്റ് റോയിനെ എനിക്ക് മൾട്ടിപ്ലൈഡ് ബൈ ഇനി സ്കെയിലർ വാല്യൂ k ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ ഫസ്റ്റ് റോ R1 എടുത്തിട്ട് എനിക്കതിനെ 2 എന്ന് പറയുന്നൊരു സ്കെയിലർ വാല്യൂ ആയിട്ട് R1നെ മൾട്ടിപ്ലൈ ചെയ്താം. അതായത് ഇവിടെ 1ഉം 2 ആണെങ്കിൽ ഇതിനെ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 × 2 ചെയ്യുമ്പോൾ 2 കിട്ടും, 2 × 2 ചെയ്യുമ്പോൾ 4 കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ മൂന്നാമത്തെ ട്രാൻസ്ഫോർമേഷൻ എന്താ ചെയ്യുന്നത്? അഡീഷൻ ചെയ്യാം. അതായത് ഇത് ഫസ്റ്റ് റോ R1, ഇത് സെക്കൻഡ് റോ R2 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 റോസിനും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയിരിക്കുന്ന R2 ഇസ് ട്രാൻസ്ഫോം ടു R2 - 3R1 എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് റോയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഞാൻ എന്ത് ചെയ്തു? ഇതെൻ്റെ ഫസ്റ്റ് റോ 2ലുള്ള ഫസ്റ്റ് എലമെൻറ്റ്, റോ 2ലുള്ള സെക്കൻഡ് എലമെൻറ്റ് അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആ റോ 2ലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും R2 - 3 ടൈംസ് R1 ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ നോക്കിയേ എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം ഇവിടുത്തെ വാല്യൂ എന്താണ്? R2യുടെ വാല്യൂ എന്താണ്? 3 ആണ്. സോ 3 - 3 ടൈംസ് R1ൻ്റെ വാല്യൂ എന്താണ്? 1 അല്ലേ? സോ എന്ത് കിട്ടും? 3 - 3 = 0 എന്ന് കിട്ടും. അതാ ഇവിടെ എഴുതിയേ. അതുപോലെ ഈ എലമെൻറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ എന്ത് കിട്ടും? 4ൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്ഫോം ആവുന്നത്? ഈ എലമെൻറ്റ് എന്താണ്? 4 ആണ്. സോ 4 - 3 ടൈംസ് 4 ചെയ്യാം. മനസ്സിലായോ? സോ 4 - 3 ടൈംസ് 2 ചെയ്യുക അല്ലേ? കാരണം അതാണ് R1 വാല്യൂ. അതായത് 4 - 3 2s are 6 = -2 എന്ന് കിട്ടും. അത് ഇവിടെ എഴുതുക. അങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും റൂൾസ് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലോട്ട് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു പൊതുവെ ഒരു സംശയം വരും, നമ്മളിപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന് ഒരു പർട്ടിക്കുലർ റാങ്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ മെട്രിക്സ് എയിനെ ഞാൻ ഈ റോ എക്ലോൺ ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത് എഴുതുമ്പോൾ ആ ട്രാൻസ്ഫോംഡ് മെട്രിക്സിൻ്റെ റാങ്ക് മാറുമോ? ഇല്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? നമ്മൾ ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും ട്രാൻസ്ഫോർമേഷൻസ് ചെയ്താൽ പോലും ആ മെട്രിക്സിൻ്റെ എന്ത് മാറത്തില്ല, റാങ്കിൽ ചേഞ്ച് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ധൈര്യമായിട്ട് ഇത്രയും ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുന്നത്. കാരണം റാങ്ക് വിൽ നോട്ട് ചേഞ്ച് ഈവൻ ഇഫ് യു ഡു ദ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ദ REF ഫോം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? സോ സെയിങ് ദാറ്റ് വി ക്യാൻ ഡു എ പ്രോബ്ലം. ഓക്കെ, റാങ്ക് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. തന്നിരിക്കുന്ന മെട്രിക്സ് ഇങ്ങനെയാണ്. ദിസ് ഇസ് എ മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ഈക്വൽ ടു 1 2 3 2 2 3 5 1 1 3 4 5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് ആദ്യം എന്ത് ചെയ്യാം? ഞാൻ ഈ മെട്രിക്സിന് ഇവിടെ എഴുതുകയാണേ. മെട്രിക്സ് എ ഈക്വൽ ടു 1 2 3 2 2 3 5 1 1 3 4 and 5 തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് ഈ മെട്രിക്സിൻ്റെ റോസ് ഏതൊക്കെയാണ്? ഇത് R1, ഇത് R2, ഇത് R3 ആൻഡ് കോളംസ് ആർ C1 C2 C3 ആൻഡ് C4 വരെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം റാങ്ക് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഇതിനെ റോ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ഇവിടെ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് റോ ഉണ്ടോ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? ഈ 1 ഇവിടെ കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് ഇത്രയും സാധനങ്ങളല്ലേ, ഇത്രയും എലമെൻറ്റ്സ് അല്ലേ നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ 1 ഈ 3 ഈ 4 ഈ 3 ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ താഴെ വരുന്ന ഇത്രയും റോസ് എന്താവണം? 0 ആവണം. അതായത് ഈ 2ന് പകരം 1ന് പകരം 3ക്ക് പകരം ഇവിടെ ഇത്ര എന്ത് വരണം? 0s വരണം. ഇതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കാൻ പോകുന്നത്? ഈ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ട് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 3 എലമെൻറ്റ്സ് 0 വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമോ അക്കോർഡിംഗ് ടു നമ്മുടെ 3 റൂൾസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള എല്ലാ ട്രാൻസ്ഫോർമേഷൻസും ചെയ്യുക. ദാറ്റ് ഈസ് യുവർ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഡൂയിങ് ദി REF. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം ചെയ്യാമെന്ന് നോക്കി. ഞാനിപ്പോൾ ആദ്യം ചെയ്യാമെന്ന്, ഇപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇതിന് നേരെ താഴെയുള്ള ഈ 2 എലമെൻ്റ് ആദ്യം 0 ആവണ്ടേ അല്ലേ? ഈ 2 എന്ന് പറയുന്ന സാധനം 0 ആവണം. അതുപോലെ ഇവിടെ എന്താവണം? ഈ 2ൻ്റെ നേരെയുള്ള ഇതും 0 ആവണം, ഇതും 0 ആവണം. അപ്പോൾ മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു മേക്ക് ദീസ് 2 എലമെൻറ്റ്സ് 0. മനസ്സിലായോ? ഈ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കിയാൽ മതി. നിങ്ങൾ ഇതിനെപ്പറ്റി ഇപ്പോൾ കൺസേൺഡ് ആവണ്ട, കാരണം ഇവിടെ എന്ത് റൂൾ ചെയ്യുമോ അതെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരും. അപ്പോൾ ഈ 2 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന റോയിനെ നമുക്ക് ഈ ഫസ്റ്റ് റോയോ സെക്കൻഡ് റോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് റോയിനെ ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, സെക്കൻഡ് റോയിനെ തേർഡ് റോ ആയിട്ട് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ചെയ്യാം. മനസ്സിലായി? സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡോ മൾട്ടിപ്ലൈയോ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അപ്പം അങ്ങനെ ഇവിടെ ഇപ്പം 2 അല്ലേ വന്നത്. ഈ 2നെ 0 ആക്കണമെങ്കിൽ എന്ത് പറ്റണം? ആ 2നെ ഞാൻ വേറൊരു 2 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 2ൻ്റെ കറസ്പോണ്ടിങ് ഇവിടുത്തെ വാല്യൂസ് നോക്കുമ്പോൾ ഇവിടെയും 1 വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു എലമെൻറ്റിനെ -2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എലമെൻറ്റ് എന്തായിട്ട് മാറും? -2. എന്നിട്ട് ഈ 2നെ ഈ -2നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറത്തില്ലേ? ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ്, ഈ സെക്കൻഡ് റോ എന്ന് പറയുന്നതിനെ R2 എന്ന് പറയുന്ന സെക്കൻഡ് റോനെ ഞാൻ എന്ത് ചെയ്യണം? ഈ R2 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 2 അല്ലേ? സോ R2ൻ്റെ കൂടെ -2 ടൈംസ് ഈ 1ൻ്റെ കൂടെ R1 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? നോക്കിയേ എങ്ങനെ കിട്ടും നോക്കിയേ. നമ്മുടെ ഫസ്റ്റ് റോ അതുപോലെ കിട്ടും, 1 2 3 2 അതുപോലെ കിട്ടും, വ്യത്യാസമില്ല. ഇനി ഈ എലമെൻറ്റിന് എന്ത് പറ്റുമോ നോക്കിയോളൂ. ഈ ഫസ്റ്റ് എലമെൻറ്റ് 2 അല്ലേ, ആ 2ന് എന്ത് പറ്റുന്നുണ്ട്? ആ 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ നോക്കിയേ, ഇവിടുത്തെ R2 എന്ന് പറയുന്നത് ആ 2 എന്നല്ലേ? 2 -2 ടൈംസ് R1 എത്രയാണ് വാല്യൂ? 1 ആണ്. അതായത് 2 - 2 = എന്ത് കിട്ടും നമുക്ക്? 0. അപ്പോൾ ഈ എലമെൻറ്റ് എന്തായിട്ട് മാറി? 0. അതുപോലെ ഈ എലമെൻറ്റ് എന്തായിട്ട് മാറും? അവിടെ 3 -2 ടൈംസ് ആരെ ചെയ്യണം? അതിൻ്റെ R1 ചെയ്യുക, ദാറ്റ് ഇസ് 2. ദാറ്റ് ഇസ് 3 - 4 = നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് -1. അതിൽ ഈ വാല്യൂ ഇവിടുത്തെ വാല്യൂ എന്ത് കിട്ടും? 5 - 2 × 3, അതായത് 5 - 6 = -1 കിട്ടും. ഇവിടെയോ ഈ എലമെൻറ്റ് എന്ത് കിട്ടും? എഗെയിൻ 1 - 2 ടൈംസ് അതിൻ്റെ R1 is 2 അല്ലേ? അതായത് 1 - 4 is -3 എന്ന് കിട്ടും.
അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? സി, ഈ റോക്ലോൺ ഫോം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് 0 ആയില്ലേ? നമ്മളത് റൂളായിരുന്നില്ലേ, നമ്മുടെ ഓരോ പിവറ്റിൻ്റെയും താഴെയുള്ള എലമെൻറ്റ്സ് 0 ആവണം. ഫസ്റ്റ് ആക്കി. ഇനി എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് റോയിലെയും ഈ 1നെ ആദ്യം മാറ്റാം നമുക്ക്. മനസ്സിലായി? വൺ സ്റ്റെപ്പ് അറ്റ് ടൈം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാണ്ട് ഈ 2 എലമെൻറ്റ്സിനെ കൂടെ ഒരുമിച്ച് 0 ആക്കാനൊന്നും ആലോചിക്കേണ്ട. ഓക്കെ, 1 സ്റ്റെപ്പ് അറ്റ് ടൈം ചെയ്ത് പോയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഇവിടെ 1 അല്ലേ, ഈ 1നെ മാറ്റണം. ആ 1നെ മാറ്റണമെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്ത് എന്താണ്? 2നെ വേറൊരു -2നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. അപ്പോൾ ഈ 1നെ ഇവിടെ ഇട്ടേക്കുന്ന 1ഉമായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. നമ്മൾ സ്കെയിലർ ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ പോരെ. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. ഈ R3 എന്ന് പറയുന്ന ഈ റോയിനെ ഈ R3 തന്നെ, R3യുടെ കൂടെ -R1 ചെയ്താൽ പോരെ. എന്ന് വെച്ചാൽ ഈ 1നെയും ഈ 1നെയും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നോക്കിയോളൂ. ഈ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 1 അല്ലേ? ആ 1നെ മൈനസ് ഇവിടുത്തെ 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. ഇവിടുത്തെ 0 ആയി. ഇവിടെയോ 3, ഇവിടുത്തെ എലമെന്റ് എന്താണ്? 3 ആണ്. 3 -2 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 - 2 = 1 കിട്ടും. അതുപോലെ ഇവിടെയോ 4 - 3 = 1. ഇവിടെ 5 - 2 = 3. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1 1 3 എന്ന് കിട്ടി. മനസ്സിലായല്ലേ? ഓക്കെ, ഇനിയാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കേസ് വന്നേ. കണ്ടോ, ഈ രണ്ട് റോസ് കണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഈ 2 റോസും എന്താണ്? രണ്ടും അങ്ങോട്ട്, ഇത് രണ്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ലേ? കാരണം ഇവിടെ -1 -1 -3, ഇവിടെ 1 1 3, രണ്ടും സെയിം അല്ലേ? അതുകൊണ്ട് രണ്ടും സെയിം ആണെങ്കിൽ രണ്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ 2 റോവിനെ നിങ്ങൾ ഒരു റോ ആയിട്ട് കൂട്ടാൻ പാടുള്ളൂ. മനസ്സിലായി? അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെയ്ത് പഠിക്കണ്ട, ഈ കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതി തന്നെ പൊക്കോളൂ. എന്ന് വെച്ചാൽ അടുത്ത് നമ്മളിങ്ങനെ ചെയ്യും. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ പ്യുവർലി റോ എക്ലോൺ മെട്രിക്സ് ആയോ? ആയിട്ടില്ല. അതിനെന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേ. ഇപ്പം ഇവിടുത്തെ എലമെൻറ്റ് 1 വന്നു, ഇവിടുത്തെ എലമെൻറ്റ് -1 വന്നു അല്ലേ? ഇനി ഈ -1 നേരെ വരുന്ന ഈ 1 മാറി എന്താവണം? 0 ആവണം. എന്നാൽ അത് റോ എക്ലോൺ ഫോമിലായിട്ട് മാറി. ഇനി ഈ 1നെ മാറ്റി 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു റോയും ഈ റോയും കൂടെ ചുമ്മാ ആഡ് ചെയ്താൽ പോരെ. കാരണം ഇവിടെ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിനോട് വന്നേക്കുന്നത്. സോ ചുമ്മാ ആഡ് ചെയ്താൽ 0 ആയിട്ട് മാറും അല്ലേ? സോ അടുത്ത എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? R3നെ R3യുടെ കൂടെ R2 ആയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് റോ അതുപോലെ നിൽക്കും, 1 2 3 2 ആവും. സെക്കൻഡ് റോ 0 -1 -1 -3 ആവും. ലാസ്റ്റ് റോ എന്ത് ചെയ്യും? 0 + 0 0, 1 + -1 0, 1 + -1 0, 3 + -3 0 ആയിട്ട് മാറി. അപ്പോൾ ഈ മെട്രിക്സ് നോക്കിയേ, ഈ മെട്രിക്സിൻ്റെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇങ്ങനെ വരുന്നത് അല്ലേ? ആൻഡ് അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് നോക്കിയുള്ളൂ, ഇതെല്ലാം സീറോസ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്യുവർ റോ എക്ലോൺ ഫോം എന്ന് പറയുന്നത്. ആൻഡ് അവസാനത്തെ റോ ഉണ്ട്, അത് പ്യുവർലി എല്ലാം സീറോസ്. അപ്പോൾ അവസാനത്തത് പ്യുവർലി ഒരു 0 റോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം എന്ത് പറയുന്നത്? റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സ് എഴുതിയത്. ഇനി ഈ മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് non-zero റോസ് ഉണ്ട്? non-zero റോസ് എത്ര എണ്ണമുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കിയേ. സി, ഇത് ഒരു non-zero റോ ആണ്, ഇത് non-zero ആണ്, പക്ഷേ ഇത് 0 റോയാണ്. അപ്പോൾ നമുക്കിവിടെ എത്ര റോസേ ഉള്ളൂ? 2 എണ്ണം. അതായത് നമ്മുടെ റാങ്ക് ഓഫ് ദിസ് ഗിവൻ മെട്രിക്സ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് 2 ആണ് എന്നാണ് മീനിങ് വരുന്നത്. ക്ലിയർ ആണോ ഇത്? ഓക്കെ, സോ റാങ്ക് ഓഫ് ദ ഗിവൻ മെട്രിക്സ് ഇസ് 2 ആണ്. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദി റാങ്ക്. ഓക്കെ, ഇനി വൺ മോർ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ നോക്കാം. സോ ദിസ് വിൽ ബി എ പ്രോബ്ലം നമ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ്? ദിസ് ഇസ് എ 4x4 മെട്രിക്സ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ അത് കുറച്ചും കൂടെ എന്താണ് ഒരു ഹെഫ്റ്റി ടാസ്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ 3x3 ചെയ്ത പോലെയല്ല, കുറച്ചും കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻസ് വരും. കാരണം അറ്റ് എ ടൈം നമ്മൾ 4 റോസിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ ഈ പറയുന്ന കണ്ടോ, ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. അതിൻ്റെ താഴെയുള്ള ഇത്രയും എലമെൻറ്റ്സിനെ നമ്മൾ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സോ ദിസ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാൻ? വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, സോ മോഡ്യൂൾ 1ൻ്റെ പാർട്ട് 2 വിൽ ബി അപ്ലോഡഡ് ആസ് ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് പ്രോബ്ലം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വിൽ ലേൺ അബൌട്ട് ദി ലീനിയർ സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ്. ആ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് ഓക്കെ, എന്നിട്ട് സൊല്യൂഷൻസ് ഒക്കെ എന്താണെന്ന് പഠിപ്പിക്കും. എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ഫ്ലോ ചാർട്ട് ഞാൻ പഠിപ്പിക്കും. കാരണം നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാലും വേറെ എവിടെ നോക്കിയാലും ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവും, അതിന് ഇൻകൺസിസ്റ്റൻസി കണ്ടീഷൻ ഉണ്ടാവും, യുണീക് സൊല്യൂഷൻ ആണോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ, അങ്ങനെയൊക്കെ ഒത്തിരി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ആ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ.
പക്ഷേ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കാണുന്ന ഒരൊറ്റ ഫ്ലോ ചാർട്ടാക്കി പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ഈ എൻറ്റയർ സെക്ഷൻ ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. താങ്ക് യു.